6 കൊല്ലായി ആണോ 6 കൊല്ലായി നിങ്ങൾ അപ്പൊ മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകേണ്ട ആൾക്കാരാ ആണോ ആണ് എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ ചേട്ടൻ തീറാക്കി അത് ഞാൻ കണ്ടില്ലായിരുന്നു അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയായിരുന്നു. ഷമീറെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീയൊക്കെ നരമ്പിലൂടെ ഓടുമ്പോ വാസന വരമ്പിലൂടെ ഓടിയിട്ടുള്ളതാ. അത് അറിഞ്ഞ് ചിന്തിക്കും. വെറുതെ വാസന ഇട്ട് മെക്കെട്ട് കയറാൻ നിക്കല്ല. എന്റെ മെക്കെട്ട് കയറുന്ന പോലെയല്ല. ഞാനൊക്കെ ഒന്ന് ക്ഷമിക്കും. പക്ഷെ വാസന ക്ഷമ എന്ന് പറഞ്ഞ പുള്ളിക്കുണ്ടാവും. നീ എണീച്ചിരുമ്പോ രാവിലെ എണീക്കുമ്പോഴേ ചിലപ്പം പുള്ളിന്റെ എന്താ പറഞ്ഞാല് വീടിന്റെ നിരത്തുണ്ടാവും. അമ്മാതി ആ റേഞ്ചുള്ള പുള്ളിനെ നീ ഇതാക്കാൻ അറിയാം. എടാ നീയൊക്കെ എന്നാണ് സ്ട്രീമറായത്? എന്നൊക്കെ എന്നാലും ഗെയിം കളിക്കാറിയടാ നായെ. ഇപ്പൊ വാസന്മാര് കൊണ്ടുപോകും കടപ്പുറത്തേക്ക്. നീ ആളർന്ന് കളിച്ചിട്ടോ. വാസണ്ണനെ മാത്രം നീ വളർന്നിടാ. നീ വേണമെങ്കിൽ ഇവനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. ആരും സായി പോപ്പി ചൊറിഞ്ഞു നോക്ക്. ചന്ദ്രനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. നിന്റെ അതാണ് പറയുന്നത്. ഇവന് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ഷമീറ നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്. മൂക്കാമത് അടിച്ചു കുടിക്കാനാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എന്നോട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചന്ദ്രനായിരുന്നു അഹങ്കാരം. അത് കഴിയുമ്പോ എനിക്ക് അഹങ്കാരമായി. ഇപ്പൊ ഷമീറിന് അഹങ്കാരമായി. പയ്യെ കൊള്ളാം. തട്ടി കളിക്കുന്നവരാണ് വാസനോട്. പുള്ളിക്ക് എവിടെ കിടക്കുന്ന മനുഷ്യനാണ്. ഞാനൊക്കെ പുള്ളിന്റെ ഫാനാ. ഇനിയാട്ടം വാസന പറഞ്ഞത് നിന്റെ ചെള്ള അടിച്ച് ഞാൻ പൊളിക്കും. ഇനി വാസനെ കുറിച്ച് ഒരു അക്ഷരം എന്താ പറഞ്ഞാല് ഞാന് ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യനാ. ഇനി പറഞ്ഞ നിന്നെയും വെച്ചേക്കുന്ന നിന്റെ തൊപ്പിനെ വെച്ചത് MR ഗാംഗിൽ വന്നിട്ടിരിക്കുന്ന ലാസ്റ്റ് വാങ്ങുന്ന ഞാൻ വാസന ആളാണ്. അടിക്കുന്നവർ അടിക്കും. ഇനി വാസനായിട്ട് പറഞ്ഞു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിൽ ഒരു വാക്കോളൂ. ഒരു വാട്ടി சொன்னா നീയെ പേച്ച് നാനേ കേൾക്ക മാട്ടേൻ.